പിറന്ന നാടിൻ മക്കളല്ലേ ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ നീതിക്കായി പൊരുതുന്നു നീതിക്കായി പൊരുതുന്നു അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ എത്ര നാളായി ഈ ദുരിതം എത്ര നാളായി ഈ ദുരിതം ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ അമ്മമാരോ കഷ്ടത്തിൽ അമ്മമാരോ കഷ്ടത്തിൽ അധ്വാനത്തിൻ ഫലമല്ല അധ്വാനത്തിൻ ഫലമല്ല കിട്ടും ചില്ലിക്കാശല്ല കിട്ടും ചില്ലിക്കാശല്ല മരുന്നിനായി പോകുന്നു മരുന്നിനായി പോകുന്നു അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ ഈ സമരം സൂചന മാത്രം ഈ സമരം സൂചന മാത്രം സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ കോലം മാറും സമരത്തിന്റെ കോലം മാറും കോലം മാറും ഭാവം മാറും കോലം മാറും ഭാവം മാറും അധികാരികളെ ഓർത്തോളൂ അധികാരികളെ ഓർത്തോളൂ സമരത്തിന്റെ കോലം മാറും സമരത്തിന്റെ കോലം മാറും എത്ര നാളായി ഈ ദുരിതം എത്ര നാളായി ഈ ദുരിതം ജനകീയ സമരം സിന്ദാബാദ് ജനകീയ സമരം സിന്ദാബാദ് കവറേജ് കിട്ടട്ടെ ഇനിയും വയ്യ പൊടി തിന്നാൻ ഇനിയും വയ്യ പൊടി തിന്നാൻ ഇനിയും വയ്യ പൊടി തിന്നാൻ ഇനിയും വയ്യ ശ്വാസം മുട്ടാൻ ഇനിയും വയ്യ ശ്വാസം മുട്ടാൻ ഇനിയും വയ്യ ശ്വാസം മുട്ടാൻ ഇനിയും വയ്യ ശ്വാസം മുട്ടാൻ ഞങ്ങളെന്താ പൗരരല്ലേ ഞങ്ങളെന്താ പൗരരല്ലേ ഞങ്ങളെന്താ പൗരരല്ലേ ഞങ്ങളെന്താ പൗരരല്ലേ പിറന്ന നാടിൻ മക്കളല്ലേ പിറന്ന നാടിൻ മക്കളല്ലേ പിറന്ന നാടിൻ മക്കളല്ലേ പിറന്ന നാടിൻ മക്കളല്ലേ ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ നീതിക്കായി പൊരുതുന്നു നീതിക്കായി പൊരുതുന്നു നീതിക്കായി പൊരുതുന്നു നീതിക്കായി പൊരുതുന്നു നീതിക്കായി പൊരുതുന്നു നീതിക്കായി പൊരുതുന്നു ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ അമ്മമാരോ കഷ്ടത്തിൽ അമ്മമാരോ കഷ്ടത്തിൽ അമ്മമാരോ കഷ്ടത്തിൽ അമ്മമാരോ കഷ്ടത്തിൽ അധ്വാനത്തിൻ ഫലമെല്ലാം അധ്വാനത്തിൻ ഫലമെല്ലാം അധ്വാനത്തിൻ ഫലമെല്ലാം അധ്വാനത്തിൻ ഫലമെല്ലാം കിട്ടും ചില്ലിക്കാശെല്ലാം കിട്ടും ചില്ലിക്കാശെല്ലാം അധ്വാനത്തിൻ ഫലമെല്ലാം അധ്വാനത്തിൻ ഫലമെല്ലാം കിട്ടും ചില്ലിക്കാശെല്ലാം കിട്ടും ചില്ലിക്കാശെല്ലാം മരുന്നിനായി പോകുന്നു മരുന്നിനായി പോകുന്നു മരുന്നിനായി പോകുന്നു മരുന്നിനായി പോകുന്നു ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ അമ്മമാരോ കഷ്ടത്തിൽ അമ്മമാരോ കഷ്ടത്തിൽ ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ അമ്മമാരോ കഷ്ടത്തിൽ അമ്മമാരോ കഷ്ടത്തിൽ ഇനിയും വയ്യ പൊടി തിന്നാൻ ഇനിയും വയ്യ പൊടി തിന്നാൻ ഇനിയും വയ്യ പൊടി തിന്നാൻ ഇനിയും വയ്യ പൊടി തിന്നാൻ ഇനിയും വയ്യ ശ്വാസം മുട്ടാൻ ഇനിയും വയ്യ ശ്വാസം മുട്ടാൻ ഞങ്ങളെന്താ പൗരരല്ലേ ഞങ്ങളെന്താ പൗരരല്ലേ ഞങ്ങളെന്താ പൗരരല്ലേ ഞങ്ങളെന്താ പൗരരല്ലേ പിറന്ന നാടിൻ മക്കളല്ലേ പിറന്ന നാടിൻ മക്കളല്ലേ പിറന്ന നാടിൻ മക്കളല്ലേ പിറന്ന നാടിൻ മക്കളല്ലേ ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ നീതിക്കായി പൊരുതുന്നു നീതിക്കായി പൊരുതുന്നു നീതിക്കായി പൊരുതുന്നു നീതിക്കായി പൊരുതുന്നു ജനകീയ സമരം സിന്ദാബാദ് ജനകീയ സമരം സിന്ദാബാദ് ജനകീയ സമരം സിന്ദാബാദ് ജനകീയ സമരം സിന്ദാബാദ് അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ ജനകീയ സമരം സിന്ദാബാദ് ജനകീയ സമരം സിന്ദാബാദ് ഇനിയും വയ്യ പൊടി തിന്നാൻ ഇനിയും വയ്യ പൊടി തിന്നാൻ ഇനിയും വയ്യ ശ്വാസം മുട്ടാൻ ഇനിയും വയ്യ ശ്വാസം
ഞങ്ങളെന്താ പൗരരല്ലേ ഞങ്ങളെന്താ പൗരരല്ലേ പിറന്ന നാടിൻ മക്കളല്ലേ പിറന്ന നാടിൻ ഇതൊക്കെ പറ്റിക്കാൽക്കാണ് ഇതൊക്കെ നമ്മൾ സമതാക്കിയതിൻ്റെ സമരത്തിൻ്റെ നേതൃത്വം നൽകണേ സമരാക്ക ഒരു ബൈക്ക് പോലും ഇതിവിടെ വിടൂലെന്ന് പറഞ്ഞു. ഒരു ബൈക്ക് വിടരുത് കേട്ടോ. ഇനി ആരും പോണ്ട ആരും പോണ്ട അത്യാവശ്യക്കാരൊക്കെ നമ്മൾ വിട്ടിക്കണേ. അത്യാവശ്യം വിട്ട് രാവിലത്തെ വരെ കൊടിഞ്ഞ് ഇതൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണ്. സമരത്തിന് മുന്നിൽ നിൽക്കേണ്ട ആൾക്കാരാണ്. നമുക്ക് ഓരോക്കെ വണ്ടിയൊക്കെ വേണ്ടിയില്ലല്ലോ. നാട്ടുകാർക്ക് മൊത്തം ആവശ്യമാണ്. ഉപ്പായ ഞാൻ വേറെ വെച്ചേ, നിങ്ങൾ എടുത്തോളേ. ഒരു സ്കൂളും വേണ്ട ആയിക്കൂടെ പോയിക്കോളി. വേറെ റോഡുണ്ട്. സമരം തന്നെ അല്ല ഇത്. നിങ്ങൾ വിചാരിച്ചല്ല സമരം പോയി പോയിക്കോളി ആയിക്കൂടെ. നാട്ടിലുള്ള ആൾക്കാരല്ലേ. അത് ശരി. ഫേസ്ബുക്കിൽ ലോകം മുഴുവൻ ഫേസ്ബുക്കിൽ കാണുന്നിട്ട് ഞാൻ ഇവിടെ കിടന്നിട്ട് തിരിച്ചു പോവുക. നമ്മളൊക്കെ പണി ഒഴിവാക്കിട്ടാണ് വന്നിരിക്കണേ. 2000 രൂപ കൂലി ഒഴിവാക്കിട്ട് അവിടെ വന്നിരിക്കണേ. എന്തായാലും പന്തല് കിട്ടുന്നുണ്ട്. പന്തല് റെഡി ആയിക്കണം. മേൽക്കാണ് കെട്ടിക്കൂടെ ആ പോസ്റ്റ് കമ്പിമ കെട്ടണേ. കമ്പി അതിമ ടച്ചോ മേലെ കമ്പിമ അവിടെ കൊണ്ടുപോയോ. മണ്ണും പൊടിയും തിന്നുമെടുത്തു മോരാരോഗം കൊണ്ട് ഞങ്ങൾ ബൈപ്പാസ് റോഡ് എന്ന് പണി പൂർത്തിയാക്കും. മറുപടി പറയൂ അധികാരികള്. പാവപ്പെട്ട ജനതയെ നിങ്ങൾ കൊല്ലാനായി കൊല്ലാനാണോ തീരുമാനം? ചെല്ലേ ഒരാൾ വിളിക്കാം. ബസ്സുകളൊക്കെ നമ്മൾ റിട്ടേൺ വിടുക കേട്ടോ. സ്കൂൾ ബസ്സുകളൊക്കെ റിട്ടേൺ വിടുകയാണ്. പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികൾ പോലെ ഓരോ രക്ഷിതാക്കൾ ഇവിടെ കൊടുത്തിട്ട് 2 കിലോമീറ്ററിലുള്ള ഇവിടുന്നുണ്ട്. അല്ല ഞങ്ങൾ മൊത്തം ബ്ലോക്ക് ചെയ്യുന്നില്ല. ഞങ്ങൾ വലിയ വണ്ടി സാർ ഞങ്ങൾക്ക് ഇതിനൊരു ദുരിതം അനുഭവിച്ചിട്ടാണ് സാർ. അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ ഇറങ്ങൂല. ഇറങ്ങൂല. അതുകൊണ്ടാണ്. കാരണം ഈ റോഡ് സാറിന് അറിയാമല്ലോ. ഇത്ര മിനിയാന്നൊരു കുട്ടി ഈ അജിതല്ലേ. ഞങ്ങൾ തീരുമാനം കിട്ടണം. ടൈം നിശ്ചയിച്ചിട്ടില്ല. ബ്ലോക്ക് വെച്ച റോഡാണ്. വലിയ വണ്ടി ഞങ്ങൾ വിടില്ല. എന്താ അധികാരികൾ കണ്ണോർക്കോളോ. എല്ലാരും ഇതിൽ ഒരാള് രണ്ടാളൊന്നും ചെയ്യാം. ഉദ്യോഗസ്ഥലത്തിലെ ആൾക്കാർ വരട്ടെ. അവര് തീരുമാനം കിട്ടാൻ ഞങ്ങൾ ഒഴിവാക്കും. പൊതുവെ ഇത് ബ്ലോക്കായ റോഡാണ്. ബ്ലോക്ക് ചെയ്ത റോഡാണ്. ഇവിടെ വർക്ക് നടത്തുക. ചെറിയ വർക്കുകൾ നടത്തുന്നുണ്ട്. അല്ല ഇത് ബ്ലോക്ക് ചെയ്ത റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പാതി വൈര് വെച്ച് പോയതാണ്. അതാണ് വിഷയം. എന്റെ കുട്ടി ഞാൻ മെഡിക്കൽ കോളേജിൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഞാൻ കൊടുത്തുതരാം. കാരണം തന്നെ അതെ അതൊക്കെ അത്
അത് ഞങ്ങൾ എന്ത് ചെയ്യാ സാർ പറഞ്ഞ ആലോചിച്ചോളാം. ഞാൻ ഇത്ര ദിവസങ്ങളെ പൊടി തരാം. ഒരു കുട്ടികളല്ല, ഒരുപാട് കുട്ടികളെ 12 വർഷമായി ഇത്. അത് പകുതി വെച്ച് കാണും നിർത്തി പോകുന്നത്. ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാരെ തീരുമാനം കിട്ടിയാൽ മതി. അല്ല, ഞങ്ങളുടെ നാട്ടിൽ കുട്ടികളെ ഇവിടെ വരാനുള്ളത് അവർ നാട്ടിലത്തെ ആൾക്കാർക്ക് എങ്ങനെയായാലും റോഡ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ബൈക്ക് പോയിക്കോട്ടെ. നിങ്ങൾ മുന്നിൽ നിന്നോളേ. കുട്ടികളൊന്നും ബസ്സില്ലായിട്ടേ, ബസ്സൊക്കെ അവിടെ ബ്ലോക്കാണ്, നടന്നു പോണം. തുണക്കാരന് കാട്ടുകാരന് JCB മുട്ടുകൊടുത്തില്ലാന്നൊക്കെ പറഞ്ഞു. അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ. എത്ര നാളായി ഈ ദുരിതോ, എത്ര നാളായി ഈ ദുരിതോ, എത്ര നാളായി ഈ ദുരിതോ, എത്ര നാളായി ഈ ദുരിതോ. ജനകീയ സമരം സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്. ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ. പിറന്ന നാടിൻ മക്കളല്ലേ, പിറന്ന നാടിൻ മക്കളല്ലേ, ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ, ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ, ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ, ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ. നീതിക്കായി പൊരുതുന്നു, നീതിക്കായി പൊരുതുന്നു, നീതിക്കായി പൊരുതുന്നു, നീതിക്കായി പൊരുതുന്നു. എത്ര നാളായി ഈ ദുരിതോ, എത്ര നാളായി ഈ ദുരിതം, എത്ര നാളായി ഈ ദുരിതോ. എത്ര നാളായി ഈ ദുരിതം. ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും, കോലം മാറും ഭാവം മാറും, കോലം മാറും ഭാവം മാറും, കോലം മാറും ഭാവം മാറും. കോലം മാറും ഭാവം മാറും. അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ. എത്ര നാളായി ഈ ദുരിതോ, എത്ര നാളായി ഈ ദുരിതോ, എത്ര നാളായി ഈ ദുരിതോ, എത്ര നാളായി ഈ ദുരിതോ. ജനകീയ സമരം സിന്ദാബാദ്. ഇതൊന്നു അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ. അധികാരികളെ കണ്ണു തുറക്കൂ. മുന്നിൽ കയറിക്കാൻ മതി, മുന്നിൽ കയറിക്കാൻ മതി. എത്ര നാളായി ഈ ദുരിതോ, ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ, ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ, ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ, ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ. അമ്മമാരോ കഷ്ടത്തിൽ, അമ്മമാരോ കഷ്ടത്തിൽ, അമ്മമാരോ കഷ്ടത്തിൽ. അമ്മമാരോ കഷ്ടത്തിൽ. അധ്വാനത്തിൻ ഫലമെല്ലാം, അധ്വാനത്തിൻ ഫലമെല്ലാം, അധ്വാനത്തിൻ ഫലമെല്ലാം, അധ്വാനത്തിൻ ഫലമെല്ലാം വരുന്നിനായി പോകുന്നു, വരുന്നിനായി പോകുന്നു, വരുന്നിനായി പോകുന്നു. വരുന്നിനായി പോകുന്നു. കിട്ടും ചില്ലിക്കാശെല്ലാം, കിട്ടും ചില്ലിക്കാശെല്ലാം, കിട്ടും ചില്ലിക്കാശെല്ലാം, കിട്ടും ചില്ലിക്കാശെല്ലാം വരുന്നിനായി പോകുന്നു, വരുന്നിനായി പോകുന്നു, വരുന്നിനായി പോകുന്നു. വരുന്നിനായി പോകുന്നു. എത്ര നാളായി ഈ ദുരിതോ, എത്ര നാളായി ഈ ദുരിതോ, എത്ര നാളായി ഈ ദുരിതോ. എത്ര നാളായി ഈ ദുരിതോ. ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം. ഈ സമരം സൂചന മാത്രം. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും, കോലം മാറും ഭാവം മാറും, കോലം മാറും ഭാവം മാറും, കോലം മാറും ഭാവം മാറും.
കോലം മാറും ഭാവം മാറും. അധികാരികളെ കണ്ണ് തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണ് തുറക്കൂ. അധികാരികളെ കണ്ണു തുറക്കൂ. എത്ര നാളായി ഈ ദുരിതം, എത്ര നാളായി ഈ ദുരിതം, എത്ര നാളായി ഈ ദുരിതം, എത്ര നാളായി ഈ ദുരിതം. ഇനിയും വയ്യ പൊടി തിന്നാൻ, ഇനിയും വയ്യ പൊടി തിന്നാൻ, ഇനിയും വയ്യ പൊടി തിന്നാൻ, ഇനിയും വയ്യ പൊടി തിന്നാൻ, ഇനിയും വയ്യ ശ്വാസം മുട്ടാൻ, ഇനിയും വയ്യ ശ്വാസം മുട്ടാൻ, ഇനിയും വയ്യ ശ്വാസം മുട്ടാൻ. ഇനിയും വയ്യ ശ്വാസം മുട്ടാൻ. ഞങ്ങളെന്താ പൗരരല്ലേ, ഞങ്ങളെന്താ പൗരരല്ലേ, ഞങ്ങളെന്താ പൗരരല്ലേ, ഞങ്ങളെന്താ പൗരരല്ലേ, പിറന്ന നാടിൻ മക്കളല്ലേ, പിറന്ന നാടിൻ മക്കളല്ലേ, പിറന്ന നാടിൻ മക്കളല്ലേ. പിറന്ന നാടിൻ മക്കളല്ലേ. ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ, ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ, ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ. ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ. നീതിക്കായി പൊരുതുന്നു, നീതിക്കായി പൊരുതുന്നു, നീതിക്കായി പൊരുതുന്നു. നീതിക്കായി പൊരുതുന്നു. അധികാരികളെ കണ്ണ് തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണ് തുറക്കൂ. അധികാരികളെ കണ്ണു തുറക്കൂ. എത്ര നാളായി ഈ ദുരിതം, എത്ര നാളായി ഈ ദുരിതം, എത്ര നാളായി ഈ ദുരിതം. എത്ര നാളായി ഈ ദുരിതം. ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ, ഞങ്ങളെ കുട്ടികൾ ദുരിതത്തെ, ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ. ഞങ്ങളെ കുട്ടികൾ ദുരിതത്തെ. അമ്മമാരോ കഷ്ടത്തിൽ, അമ്മമാരോ കഷ്ടത്തിൽ, അമ്മമാരോ കഷ്ടത്തിൽ. അമ്മമാരോ കഷ്ടത്തിൽ. അധ്വാനത്തിൻ ഫലമല്ല, അധ്വാനത്തിൻ ഫലമല്ല, അധ്വാനത്തിൻ ഫലമല്ല. അധ്വാനത്തിൻ ഫലമല്ല. വരുന്നിനായി പോകുന്നു, മരുന്നിനായി പോകുന്നു, വരുന്നിനായി പോകുന്നു. മരുന്നിനായി പോകുന്നു. എത്ര നാളായി ഈ ദുരിതം, എത്ര നാളായി ഈ ദുരിതം, എത്ര നാളായി ഈ ദുരിതം. എത്ര നാളായി ഈ ദുരിതം. ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം. ഈ സമരം സൂചന മാത്രം. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും. സമരത്തിന്റെ കോലം മാറും. കോലം മാറും ഭാവം മാറും, കോലം മാറും ഭാവം മാറും, കോലം മാറും ഭാവം മാറും. കോലം മാറും ഭാവം മാറും. അധികാരികളെ കണ്ണ് തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണ് തുറക്കൂ. അധികാരികളെ കണ്ണു തുറക്കൂ. എത്ര നാളായി ഈ ദുരിതം, എത്ര നാളായി ഈ ദുരിതം, എത്ര നാളായി ഈ ദുരിതം. എത്ര നാളായി ഈ ദുരിതം. ജനകീയ സമരം സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്. ജനകീയ സമരം സിന്ദാബാദ്. ഇനിയും വയ്യ പൊടി തിന്നാൻ, ഇനിയും വയ്യ പൊടി തിന്നാൻ, ഇനിയും വയ്യ പൊടി തിന്നാൻ. ഇനിയും വയ്യ പൊടി തിന്നാൻ, ഇനിയും വയ്യ ശ്വാസം മുട്ടാൻ, ഇനിയും വയ്യ ശ്വാസം മുട്ടാൻ, ഇനിയും വയ്യ ശ്വാസം മുട്ടാൻ. ഇനിയും വയ്യ ശ്വാസം മുട്ടാൻ. അധികാരികളെ കണ്ണ് തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണ് തുറക്കൂ. അധികാരികളെ കണ്ണു തുറക്കൂ. എത്ര നാളായി ഈ ദുരിതം, എത്ര നാളായി ഈ ദുരിതം, എത്ര നാളായി ഈ ദുരിതം. എത്ര നാളായി ഈ ദുരിതം. ഞങ്ങളെന്താ പൗരരല്ലേ, ഞങ്ങളെന്താ പൗരരല്ലേ, ഞങ്ങളെന്താ പൗരരല്ലേ. ഞങ്ങളെന്താ തിന്നിട്ട് ഇവിടെ നോമ്പ് നോക്കാനാണ് സാധിക്കുന്നത്. ഒരു 10 മാസത്തിൽ ഒരു മാസം നമുക്ക് നോമ്പ് വരുന്നതാണ്. ഒരു കൊല്ലത്തിലൊരു ദിവസമല്ലേ നോമ്പ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കുട്ടികൾക്ക് ഞമ്മൾക്കും വയ്യ. ആ പൈസ നമുക്ക് എന്തായാലും നമ്മൾ കിട്ടുന്ന പൈസ നമ്മൾ ആശുപത്രി കൊണ്ടിട്ട് കൊടുത്തു വന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതായി തുടങ്ങി ഈ ഗണ്ണം കൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം ഈ റോഡ് പണി ഇവിടെ മഞ്ഞ് വരെ മൂടാൽ വരെയുള്ള റോഡ് പണി ഞങ്ങൾക്ക് ചെയ്തു തരണം. അല്ലാതെ ഞങ്ങൾക്ക് നിൽക്കാൻ വയ്യ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കോട്ടേജ് മേടിച്ചു തന്നാൽ ഞങ്ങൾ അവിടെ പോയിക്കോളാം. ഞങ്ങൾക്ക് ഇനി പൊടി തിന്നാൻ വയ്യായിട്ടാണ്. റോഡിന്റെ വക്കത്താണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും റൂം മേടിച്ചു തന്നാൽ ഞങ്ങൾ അവിടെ പോയിക്കോളാം. അല്ലാതെ ഞങ്ങൾക്ക് ഇനി റോഡ് കൊണ്ട് ഞങ്ങൾക്ക് തിന്നാൻ വയ്യായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ സമരത്തിന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി ഈ സമരം ഞങ്ങളെ ഈ റോഡ് ഞങ്ങൾ മഞ്ഞ് പോകാനായിട്ടില്ല. അതാ ഉണ്ടാവുക. വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഓരങ്ങളിൽ വസിക്കുന്ന ജനങ്ങളാണ്. ഇതുവരെ ആയിട്ട് ഞങ്ങൾക്കൊരു തീരുമാനം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ ഞങ്ങളുടെ MLA ഭാഗത്തുനിന്നോ ഞങ്ങൾക്ക് ഒരനുകൂലവും കിട്ടിയിട്ടില്ല. ഈ 13 കൊല്ലമായിട്ട് ഞങ്ങൾ ഈ പ്രദേശവാസികൾ പൊടിയും പല പ്രദേശങ്ങളിലെ ആളുകൾ ഈ ഭാഗത്തു കൂടെ പോകുന്ന ജനങ്ങൾ ഒരുപാടുണ്ട്. അവരെല്ലാം പോകുന്ന വാഹനങ്ങളുടെ പൊടി മാത്രം തിന്നിട്ട് ഞങ്ങൾ ഇവിടെ ഒരുപാട് ജനങ്ങൾ മരണപ്പെട്ടു പോയി. ഈ റോഡിന്റെ ഓരങ്ങളിൽ താമസിക്കുന്ന ഓരോ വീട്ടിലും ശ്വാസം മുട്ടും കഫക്കെട്ടും മറ്റു രോഗങ്ങളും ആയിട്ട് കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സന്മാർ വരെ കിടപ്പിലാണ്. ഇതെല്ലാം നിങ്ങൾ സർക്കാരിനും അറിയാം, ഇവിടുത്തെ MLAക്കും അറിയാം,
ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും അറിയാം. അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വോട്ടിന്റെ സമയത്ത് മാത്രം കയറി വരുന്ന ഒരു MLA ഞങ്ങൾക്ക് വേണ്ട. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റാത്തടത്തോളം കാലം ജനങ്ങൾ ഈ റോഡ് ഉപരോധിച്ചിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. മേലാൽ ഈ റോഡിൽ കൂടെ ഒരു വാഹനം, ഞങ്ങളെ വാഹനം അടക്കം ഞങ്ങൾ കടത്തിക്കൊടുക്കും. ഇതിനൊരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ അധികാരികളുടെ ഭാഗത്തു നിന്നോ പെട്ടെന്ന് ഞങ്ങൾക്ക് തീരുമാനമുണ്ടായില്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇതിൽ കൂടെ യാത്ര ചെയ്യുമെന്ന് കരുതണ്ട. അതിനുവേണ്ടി പ്രയത്നിക്കും വേണ്ട. സൂചന മാത്രം, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും, കോലം മാറും ഭാവം മാറും, കോലം മാറും ഭാവം മാറും. അധികാരികളെ കണ്ടു തുറക്കൂ, അധികാരികളെ കണ്ടു തുറക്കൂ. എത്ര നാളായി ഈ ദുരിതോ, എത്ര നാളായി ഈ ദുരിതോ. ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ, ഞങ്ങളെ കുട്ടികൾ ദുരിതത്തിൽ. അരുന്തിനായി പോകുന്നു, അരുന്തിനായി പോകുന്നു. എത്ര നാളായി ഈ ദുരിതം, എത്ര നാളായി ഈ ദുരിതം, എത്ര നാളായി ഈ ദുരിതം, എത്ര നാളായി ഈ ദുരിതം. അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ. ഈ സമരം തൊട്ടടുത്തുള്ള ഇവിടെ ഞങ്ങളുടെ അപ്പൊ ഒരു വണ്ടി പോയ ഒരു ബൈക്ക് പോയാൽ പോലും ഫുള്ളും പൊടിയാണ്. ആ പൊടി കാരണം വെച്ചാൽ തീരെ പറ്റില്ല. എത്ര വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാൻ ഇവിടെ ഒക്കെ പറഞ്ഞാൽ വെള്ളം കുറവുള്ളൊരു സ്ഥലമാണ്. കുറച്ച് ടൈമിനെ നമുക്കത് ആ പൊടി നിൽക്കുള്ളൂ. വീണ്ടും വണ്ടി വരുമ്പോൾ വീണ്ടും വരികയാണിത്. അപ്പൊ ഈ ഒന്നാമത് മകളെ കാര്യത്തിലാണ്. അപ്പൊ ഈ മോൾക്ക് എന്താ വെച്ചിട്ട് ഇത് ഇങ്ങനെ സ്വസിച്ചിട്ട് ഒന്ന് പുറത്ത് അകത്തിരുന്നാൽ തന്നെ ഫുള്ള് പൊടി. ഒരു ദിവസം 2-3 പ്രാവശ്യം തുടച്ചാൽ തന്നെ ഫുള്ളും വീടിന്റെ അകത്ത് ഫുള്ളും പൊടിയാണ് വരുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് റോഡ് പെട്ടെന്ന് ശരിയാവും. ഇതാണ് പറയാനുള്ളത്. സമരം സിന്ദാബാദ്. ഇനി സമരം സൂചന മാത്രം, ഇനി സമരം സൂചന മാത്രം. സമരത്തിന്റെ ഭാവം മാറും, സമരത്തിന്റെ ഭാവം മാറും. ഭാവം മാറും രൂപം മാറും, ഭാവം മാറും രൂപം മാറും. അധികാരികളെ ഓർത്തോളൂ, അധികാരികളെ ഓർത്തോളൂ. എത്ര നാളായി ഈ ദുരിതം, എത്ര നാളായി ഈ ദുരിതം. യാത്രക്കായുള്ള അവകാശത്തെ, യാത്രക്കായുള്ള അവകാശത്തെ അനുവദിക്കുക അധികാരികളെ, അനുവദിക്കുക അധികാരികളെ. തെളിയും പൊടിയും തിന്നുമെടുത്ത്, തെളിയും പൊടിയും തിന്നുമെടുത്ത്. രോഗം കൊണ്ട് പരതിമുട്ടി, രോഗം കൊണ്ട് പരതിമുട്ടി. ഒരു ഘട്ടം എന്നുള്ളത് 2 ഘട്ടം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ശരി, പൂർണ്ണമായിട്ട് ഗതാഗത യോഗ്യമല്ല. സെൻട്രൽ പോർഷൻ പൂർണ്ണമായിട്ടും ഗാന്ധിയിട്ട രീതിയിലാണ്. അതിൽ തന്നെ ചില ആളുകൾ വട്ടം വിട്ടതുപോലെ മുകളിലാണ്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ കൃത്യമായി നടപടിയെടുക്കുന്നത്, അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്നുള്ളതാണ് സമരസമിതിയുടെ ആവശ്യം. അതിനുവേണ്ടി ഏതറ്റം വരെയും സമരം ചെയ്യാൻ സമരസമിതി തയ്യാറാണ്. ഇല്ല, ഇതിലൊരു കക്ഷി രാഷ്ട്രീയമല്ല. ഇതിൽ എല്ലാ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഈ സമരം നടത്തുന്നത്. ജനകീയ സമരമായിട്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. എല്ലാ കക്ഷികളും ഇതിൽ CPM-ന്റെ മെമ്പർമാരുണ്ട്, കോൺഗ്രസിന്റെ മെമ്പർമാരുണ്ട്, ലീഗിന്റെ മെമ്പർമാരുണ്ട്. അങ്ങനെ എല്ലാ ആളുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ജനപ്രതിനിധി എന്ന നിലയിൽ
ഇത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ജനപ്രതിനിധി എന്ന നിലയിൽ എന്ത് ഉറപ്പാണ് കൊടുക്കാനുള്ളത് ഈ സമരവുമായി ബന്ധപ്പെട്ട്? സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മൂടാലിൻ്റെ ഇതേപോലെ തന്നെ സമരം നടത്തിയിട്ടാണ് മൂടാല് മുതൽ ചുങ്കം വരെയുള്ള പോർഷൻ കഴിഞ്ഞ മാസത്തിൽ പൂർത്തീകരിച്ചത്. അതേപോലെ തന്നെ ഇത്തരത്തിൽ ജനകീയ സമരം കൊണ്ട് തന്നെയാണ് ഈ വർക്കുകൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ സമരം വ്യാപിപ്പിച്ച് ഏതറ്റം വരെയും പോകാൻ തയ്യാറെടുപ്പിലാണ് ജനങ്ങൾ. സമരം ചെയ്താൽ വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അതിൽ ഏതറ്റം വരെ പോകാൻ, അതായത് വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ സമരം ചെയ്യാറുണ്ട്. സമരത്തിന്റെ ഭാവം മാറും. അധ്വാനത്തിൻ ഫലമല്ലോ മരുന്നിനായി പോകുന്നു. ഗവൺമെന്റിലേക്ക് അയച്ചിട്ട് അത് കിട്ടാത്തതാണ് ഇപ്പോൾ പണി നിന്നുള്ള 1 കിലോമീറ്റർ 800 മീറ്ററിൻ്റെ കാര്യം. അതെ, അത് ഇപ്പോൾ ആണിപ്പോൾ ചോദിച്ചപ്പോൾ മനസ്സിലായത്. ഇനി ഇതിൽ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ഈ ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല. നമ്മളത് കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുണ്ട്, ജില്ലാ തലത്തിലുണ്ട്. മുനിസിപ്പാലിറ്റിയിലുള്ള ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയിൽ ഞാനും മെമ്പറാണ്, ഈ മെമ്പറാണ്, ഇവിടുത്തെ ചെയർമാൻ മെമ്പറാണ്, സെക്രട്ടറി മെമ്പറാണ്, പിന്നെ മോട്ടോർ വെഹിക്കിൾ RTA അവരും മെമ്പറാണ്. അപ്പോൾ അങ്ങനത്തെ കമ്മിറ്റി 2 ദിവസത്തിനുള്ളിൽ വിളിച്ച് ചേർക്കാന്നുള്ളത് ഇപ്പോൾ ചെയർമാൻ അറിയിച്ചതാണ് ഇപ്പോൾ ഇവിടെ
കൗൺസിലർ പറഞ്ഞത്. അപ്പോൾ 2 ദിവസത്തിനുള്ള അത് വിളിച്ചു പോയിട്ട് അതിലൊരു തീരുമാനമാക്കിയിട്ട് എന്താ നമുക്ക് ഒരു പരിഹാരം ചെയ്യാൻ പറ്റുന്നുള്ള തീരുമാനമാക്കിയിട്ട് നടപ്പിലാക്കാനേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈയുടെ ഒരു പ്രശ്നത്തിൽ പറഞ്ഞത്. 2 ദിവസം കൃത്യമായിട്ട് ഉറപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ 2 ദിവസം വെച്ചാലേ ഈ 2 ദിവസത്തിനുള്ളിൽ ഇത് വിളിക്കാന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അത് വിളിക്കേണ്ടത് വിളിക്കാന്നുള്ളതേ അതെ അത് മുനിസിപ്പാലിറ്റിയാണ് വിളിക്കേണ്ടത്. മുനിസിപ്പാലിറ്റി ചെയർമാൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വിവരം പറഞ്ഞു തന്നാൽ നമുക്ക് കാര്യമുള്ളൂ. മണിക്കാക്കെന്താ ചെയർമാൻ പോയിക്കോട്ടെ, അത് ചെയർമാൻ വന്ന് പറഞ്ഞു പോയിക്കോട്ടെ. അതല്ലേ അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ടി വരും. ആ മണി ചെയർമാൻ ഇവിടെ ഉള്ളതല്ലേ, ഇവിടെ വന്നോട്ടെ. ചെയർമാർക്ക് വളാഞ്ചേരി വരേണ്ട കാര്യമുള്ളൂ. സംസാരിച്ച പറഞ്ഞേ ഞങ്ങൾക്ക് പറ്റില്ല, കൗൺസിലറെ പറ്റില്ല. ചെയർമാൻ വന്ന് അല്ല ചെയർമാൻ ചെയർമാൻ അടുത്ത ചെയർമാൻ വന്ന് ഇവിടെ ചെയർമാനായിട്ട് നമ്മള് മണി പിടിക്കില്ല. മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞെങ്കിൽ ചെയർമാൻ മണി എന്തായാലും ഒറ്റപ്പെടുകയുള്ളൂ. നമ്മൾ വെറുതെ ഏറ്റിട്ട് കാര്യമില്ല. മനസ്സിലാവില്ല. ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് 12 കൊല്ലമായിട്ട് ഈ റോഡിന്റെ അവസ്ഥ അറിയില്ല. ഇപ്പൊ വെച്ചിട്ട് 2 ദിവസം കൊണ്ട് ആയിരിക്കും എന്താ സാറേ കാലമായിട്ട് ഇങ്ങനെ തുടങ്ങിയതല്ലല്ലോ സാറേ ഈ റോഡ്. ഇതെങ്ങനെ എനിക്ക് മനസ്സിലായ കാര്യം പറഞ്ഞു. അപ്പൊ അതിന് ഫണ്ടാലോട്ട് കിട്ടുന്നതിന് വേറെ തടസ്സമില്ല. ഞാനിവിടെ വന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യേണ്ട കാര്യങ്ങൾ പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ പോലീസ് ചെയ്യാം. പോലീസ് നിങ്ങളുടെ വികാരം മനസ്സിലാവും. പോലീസ് നിങ്ങളുടെ ആൾക്കാരാണ്. ഈ പോലീസ് പരിഹാരം ഇവിടെ നിന്ന് പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞാനും കുഞ്ഞുങ്ങൾ ഓടിക്കാൻ തയ്യാറാണ്. പെട്ടെന്ന് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാവുന്ന സംഗതി ഞാൻ നല്ലൊരു കാര്യമാണ് പറയണത്. നിങ്ങളിപ്പോൾ ഒരു നമുക്ക് ഈ പ്രശ്നം നോക്കിയാൽ ഞാനിവിടെ വന്നിട്ട് ഈ 2 ദിവസം കൊണ്ട് നോക്കിയാൽ ഇവിടെ ഈ റോഡ് നന്നാക്കിയ കുറച്ച് വാഹനങ്ങൾ കൂടുതൽ പോയാൽ നമുക്ക് വളാഞ്ചേരി ടൗണിലെ കൺജക്ഷൻ കുറച്ച് കുറയും. അതാണ് നമ്മുടെ ഈ മറ്റേ റോഡും കൂടി ഇതായി നമ്മൾ ഇവിടുത്തെ പ്രശ്നം പരിഹാരം ഉണ്ടാവുന്നത് നമ്മൾ വിചാരിക്കും. അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മുടെ തന്നെയാണ് നമ്മുടെ ആഗ്രഹം. 12 കൊല്ലം ഒന്നും ഞാൻ ഗുലാം സിന്ദാബാദ്.
വണ്ടി പോണ്ട, ഒരു വണ്ടി പോകാൻ പറ്റില്ല. ഇത് തീരുമാനമാവണവരെ ഒരു വണ്ടി പറ്റില്ല. പിറന്ന നാടിൻ മക്കളല്ലേ, പിറന്ന നാടിൻ മക്കളല്ലേ, ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ, ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ, ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ, ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ. നീതിക്കായി പൊരുതുന്നു, നീതിക്കായി പൊരുതുന്നു, നീതിക്കായി പൊരുതുന്നു.